ഹേയ് ബ്രദർ, സിസ്റ്റർ, യേശു പറഞ്ഞു ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളാൻ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ പതിവ് പോലെ ദൈവവചനം ധ്യാനിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ധ്യാനിച്ചായിരുന്ന വേദഭാഗം മർക്കൂസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യം. ആരോട്, എപ്പോഴാണ് അത് നിറവേറുന്നത്, അല്ലേ? അതറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് പറയും. തുടർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതെ, ആ സ്ഥാനത്ത് എത്തും. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ധ്യാനിച്ചായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ഭാഗത്ത് എത്തിയപ്പോൾ എന്നോട് ഇടപെട്ടു. ആ ഭാഗം അല്ലെങ്കിൽ ആ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. അഥവാ റെഡി ആയിക്കോ, നമ്മൾ അക്കരയ്ക്ക് പോകുവാൻ പോകുന്നു. പലർക്കും ടെൻഷനായി. പാസ്റ്റർ, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു യാത്ര, അക്കരെ പോകണം. അത് തന്നെ, അക്കരയ്ക്ക് പോകുവാൻ പ്രതീക്ഷിച്ചായിരിക്കുന്നവർക്ക് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, സഹോദരി, നിൻ്റെ ഭർത്താവ്, മാതാവേ, പിതാവേ, നിൻ്റെ മക്കൾ, നീ തന്നെ യാത്രയ്ക്കായി ഒരുങ്ങി, യാത്രയ്ക്കായി റെഡിയായി കാത്തിരിക്കുക. ഇനി ആ വിസ വന്നാൽ മതി. ആ വിസ വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവ് അത് ചെയ്യുക. ഓ, താങ്കിലോട് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. പാസ്റ്റർ, നിങ്ങൾ പറഞ്ഞു ശരിയാണ്, വചനാടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ ഒത്തിരി തവണ പരാജയപ്പെട്ടു, അല്ലേ? അതൊരു ഭയങ്കര സങ്കടമാണ്. രക്ഷപ്പെടാനുള്ള അവസാനത്തെ ആ വഴിയെന്ന് കണ്ട് ഇറക്കാവുന്നുള്ള പണം മുഴുവനും ഇറക്കി. കയ്യിലുണ്ടായിരുന്നത്, കടം വാങ്ങിച്ചതും പിടിച്ചു പറിച്ചെടുത്തതുപോലെ അവരൊക്കെ പൊത്തി പിടിച്ചിട്ടും അതിനെയൊക്കെ വലിച്ചു വാരിയെടുത്ത്, ചേച്ചി, പെങ്ങളെ, എടാ മോനെ, ഞാൻ പോയി രക്ഷപ്പെട്ടാൽ നീയും രക്ഷപ്പെട്ടില്ലേ, ധൈര്യമായിട്ടിരിക്കും, ഒന്ന് താ എന്ന് പറഞ്ഞ് വലിച്ചു പൂച്ചുകൊണ്ടൊക്കെ പോയി. ഇന്ന് വലിയ പ്രശ്നത്തിലായി. ആ വിധത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ വാങ്ങി വിസയ്ക്ക് വേണ്ടിയൊക്കെ കൊടുത്തു. വലിയ ബാധ്യതയിലായ, എന്താ പറയുക, നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ചിലർ കേൾക്കുന്നുണ്ട്. കർത്താവ് അടുത്തൊരു യാത്ര നിനക്കൊരുക്കുവാൻ പോകുക. ഇന്നലകളിൽ നീ പോയി പരാജയപ്പെട്ട് തിരിച്ചു വന്നു. ഇനി നീ പോകും. പോകുന്ന പോക്കിൽ ഓർത്തോളണം, യാക്കോബ് പോയതുപോലെയാണ്. നീ ഇനി പോകുന്നത് പ്രാണൻ പിടിച്ചുള്ള ഒരു ഓട്ടമാണ്. യാക്കോബ് ഓടിയ ഓട്ടം അറിയാമല്ലോ. സഹോദരൻ്റെ കണ്ണിലൊന്നും പെടരുത്. പെട്ടാൽ പോയി. ഈ ഇന്നലകളിൽ കടം വാങ്ങിയവരെയും കൊടുക്കാനുള്ളവരുടെയും കണ്ണിലൊന്നും പെടരുത്. പെട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും, നീ ഇപ്പം പോകുന്നത് അതെങ്കിലും ഇങ്ങോട്ട് താടാ, അത്രയെങ്കിലും കിട്ടുമല്ലോ ഒന്ന്. അതത്രയും കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യവുമില്ല. ഇത് തന്നെ കൈ നിൽക്കാത്തൊരു കളിയാണ്. ധൈര്യമായിട്ടിരിക്കുക. അമേൻ. പോകുമ്പോൾ ഓർത്തോളണം, ഒരു വടിയോടുകൂടെ കടന്നു പോയവനെ 2 വലിയ കൂട്ടമാക്കി മടക്കി വരുത്തിയ ദൈവത്തിൻ്റെ ആലോചന നിൻ്റെ മേൽ നിറവേറുവാൻ പോകുക. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, പലതവണ പരാജയപ്പെട്ടിട്ടും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന നീ ഒരുങ്ങിക്കോ. വലിയ കൂട്ടമായി മടങ്ങി വരുവാനുള്ള ഒരു യാത്ര എൻ്റെ ദൈവം നിനക്ക് ഒരുക്കി തരിക. ഓ ഷബാല റാധോറിയ ശമന റധരേ ശന്താർഗന മാധവേ, ഇനി പരാജയപ്പെട്ട് അവർ മടങ്ങുന്ന ആ യാത്രയല്ല. യെസ്, ആമേൻ. അപ്പോൾ പരാജയം അതൊരു റിയാലിറ്റിയാണ്. ചിലർ കടൽ കടന്നു പോയി പരാജയപ്പെട്ട് തിരികെ വന്നു. ചിലർ ശ്രമിച്ചു പരാജയപ്പെട്ടു. ചിലർ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ ചിലരുടെയൊക്കെ സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കർത്താവിനോട് ചോദിച്ചതാണ്, കർത്താവേ, ഞാൻ ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രൈസ് ചർച്ച് കുടുംബത്തിലെ ഒത്തിരി അംഗങ്ങൾ തന്നെ അവർ ഇങ്ങനെ പറയും, പാസ്റ്റർ, ഞാൻ പരാജയപ്പെട്ടവനാണ്, ഞാൻ ഒത്തിരി ശ്രമിച്ച് നടക്കാത്തതാണ്, ഇനിയിപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ മക്കളെ കൊണ്ട് അതിന് പറ്റത്തില്ല, എൻ്റെ ഭർത്താവ് പോയിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, നീ ധൈര്യമായിട്ട് അവരോട് പറയ്, കഴിഞ്ഞ തവണ പോയി, അതിനു മുമ്പ് പോയി, പോകാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ആ വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. അന്ന് സന്ധ്യയായപ്പോൾ, സന്ധ്യയായപ്പോൾ പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട്, സന്ധ്യയാകുമ്പോൾ എന്ത് പറ്റും? സൂര്യൻ അസ്തമിക്കും. ആ അസ്തമനം കാണാൻ കടൽക്കരയിൽ പോയിട്ട്
കടൽക്കരയിൽ നിന്ന് കളിക്കുന്ന പിള്ളേരുടെ ഒരു സങ്കടമുണ്ട് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ. ഇനി വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്. പെങ്ങളെ നിന്നെക്കുറിച്ചാണ്. പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ചു. നിൻ്റെ പ്രതീക്ഷയുടെ സൂര്യൻ എന്നോ ഇരുട്ടിൻ്റെ ചക്രവാളത്തിലാണ് പോയി. നിൻ്റെ മക്കളുടെ ഭാവി അവിധത്തിൽ ഇരുട്ടിൽ താണുപോയി. പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ചു. ഇനിയൊരു പ്രഭാതമില്ല എന്ന് ചിന്തിച്ച് അല്ലേ? ആ സന്ധ്യയ്ക്ക് യേശു അവരോട് നാം അക്കരയ്ക്ക് പോകാം, ഗെറ്റ് റെഡി, നമ്മൾ ഒരുമിച്ച് അക്കരയ്ക്ക് പോകുന്നു. ഇപ്രാവശ്യം യേശു നിന്നോട് കൂടെ വരും. ഓ യെസ്, താങ്ക് യു ലോർഡ്. ഇപ്രാവശ്യം യേശു നിന്നോട് കൂടെ വരും. നീ പരാജയപ്പെട്ട് മടങ്ങാതിരിക്കുവാൻ വേണ്ടി. യാക്കോബ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ എന്നോട് കൂടിയിരുന്ന്. ഉൽപ്പത്തി പുസ്തകം 28 വായിച്ചു നോക്ക്. ഇത് കഴിഞ്ഞിട്ട് മതി കേട്ടോ. നീ എന്നോട് കൂടിയിരുന്ന് എനിക്കൊരു മടങ്ങി വരവ് ഒരുക്കുമെങ്കിൽ. അപ്പോൾ യാക്കോബിനറിയാം, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് മടങ്ങി വരവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവം കൂടിയിരുന്നാൽ എനിക്കൊരു മടങ്ങി വരവ് ഉണ്ടാകും. നീ പരാജയപ്പെട്ട് മടങ്ങാതിരിക്കുവാൻ യെസ്, ദൈവം ഇപ്രാവശ്യം നിന്നോട് കൂടിയിരിക്കും. സഹോദര, റെഡി ആയിക്കോ. ആ പരാജയത്തെ കുടഞ്ഞു കളഞ്ഞ് നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ റെഡി ആയിക്കോ. രാജ്യങ്ങളുടെ വാതിലുകളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരിക. ഓ ഷബല റാധൂറിയ ശമന റദരെ ശന്താർഗന. ആമേൻ. പാസ്റ്റർ ഇനി വയ്യ. നോ. ഓ സ്തോത്രം പാസ്റ്റർ, ഒത്തിരി തവണ ഞാൻ എഴുതി പരാജയപ്പെട്ടു പോയി. IELTS, OET, MOH, പ്രോബേറ്ററി ചെറിയ സ്കോറിനാ പാസ്റ്റർ. കേൾക്ക്, ആ സ്കോർ നീ അച്ചീവ് ചെയ്യുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക. ഓ റീഥാബാലാമ ഷേഖനെ റാധൂറിയ ശബല റദരെ ശന്താർഗന. അങ്ങനെ നീ എവിടെയെങ്കിലും ഇപ്പം നീ ആയിരിക്കുന്ന സ്ഥാനം നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിനാണോ കർത്താവേ ഞാൻ പഠിച്ചത്? ഇതാണോ എൻ്റെ തലവിധി? അങ്ങനെ ആ സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിച്ച, പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ച ആ കടൽ തീരത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുഞ്ഞിനെ പോലെ നോ, ഇപ്രാവശ്യം കർത്താവ് നിന്നോട് കൂടെ വരും. പരീക്ഷ ഹാളിൽ എൻ്റെ കർത്താവ് നിന്നോട് കൂടിയിരിക്കും. പ്രിയമാതാവേ, പിതാവേ, നിൻ്റെ മകളോടുകൂടെ നിൻ്റെ മകനോടുകൂടെ കർത്താവ് കൂടിയിരിക്കും. എൻ്റെ യേശു അവർക്ക് മുമ്പിൽ വഴി തുറക്കുവാൻ പോവുക. യേശു കൂടിയിരുന്ന് അവർക്ക് വേണ്ടി വഴി തുറക്കും. അവരക്കരയെത്തും. ഓ, ആയിരിക്കുന്ന രാജ്യത്തു നിന്ന് അടുത്ത വിശാലത, ആ ഒരു സമൃദ്ധി, നീ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോസ്പെരിറ്റി വെളിപ്പെടുന്നിടത്തേക്ക് നിനക്ക് യാത്ര ഒരുക്കപ്പെടുക. ആമേൻ. പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ വായിച്ചിരുന്ന വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ എനിക്ക് 2 സംഖ്യകൾ കാണിച്ചു തന്നു. ഒരു സംഖ്യയുടെ 2 സംഖ്യകൾ ചേർന്ന ഒരു സംഖ്യ. ആ വാക്യം 35, 3, 5. 3-ാം മാസം, 5-ാം മാസം. റെഡി ആയിക്കോ. കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമാറിയത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. 3-ാം മാസം, 5-ാം മാസം. ഓ താങ്ക് യു ലോർഡ്. മേൻ പാസ്റ്റർ ഓക്കെയാണ്, പക്ഷേ നോക്കൂ, ഗലീല കടൽ വലിയ പ്രശ്നക്കാരനായ കടലാണ്. തിരമാലകൾ ഉയർന്നു പോകും. എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരമാല അടിച്ചു കയറും. പടക് മുങ്ങുമാറാകും. എപ്പോഴും അതുപോലെ തന്നെയാണ്. പ്രതീക്ഷിച്ചിറങ്ങും, അങ്ങോട്ട് എത്തിക്കാതെ പാതി വഴിയിൽ തിരിച്ചു പോരാൻ, അല്ലെങ്കിൽ യാത്രയെ നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം ഗലീല കടൽ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഇപ്രാവശ്യം ഗലീല കടലിലെ തിരയിളക്കുന്ന കാറ്റിനെ യേശു ശാസിക്കും. നിൻ്റെ യാത്രകൾക്ക് പൂർത്തീകരണം വരുവാൻ ഇടവരുത്താത്ത വിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന മാനുഷിക പൈശാചിക വെല്ലുവിളികളെ യേശു ശാസിക്കും. നിൻ്റെ ഭവനത്തിനകത്ത് ഒതുക്കിക്കൂട്ടുന്ന, നിൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ പകുതുവഴിയിൽ തകർത്ത് കളയുന്ന, നിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ നശിപ്പിച്ച് കളയുന്ന, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഭവങ്ങളെ ഇല്ലാതാക്കി കളയുന്ന ആ പൈശാചിക മണ്ഡലങ്ങളെ, ദേശത്തിലെ മന്ത്രവാദികളെ ചൊൽപ്പടിക്ക് നിർത്തി, പൂജകളിലൂടെയും മന്ത്രവാദങ്ങളിലൂടെയും ആഭിചാരങ്ങളിലൂടെയും നിന്നെ തകർത്ത് കളയുവാൻ ചില ദുഷ്ടമനുഷ്യർ ഒരുക്കിയ പദ്ധതികളെ എൻ്റെ ദൈവം തകർക്കും. യാത്രയ്ക്കായി ഒരുങ്ങിക്കോ. നിൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയ്ക്കായി ഒരുങ്ങിക്കോ. റാബ ഷേഖനെ റാധൂറിയ. അധന്യമായി ഇനി എനിക്ക് അവിടെ ഒരു സ്ഥാനമില്ല. നോ, ഒരുങ്ങിക്കോ. അവിടേക്ക് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോകുക. 3-5 മാസങ്ങൾ
നോട്ട് ചെയ്ത് വെച്ചോ. ഓ റബ്ബാലാമാ ഷേഖേന്. താങ്ക് യു ലോർഡ്. ഒരുങ്ങിക്കോ മാതാവേ, മകളുടെ വിവാഹത്തിനൊക്കെ ഒരുങ്ങിക്കോ. റാധൂറിയ ശബല റഥരേ ഷന്ധാരകൻ യേശുവിൻ നാമത്തിൽ ആ വിവാഹം നടക്കും. 2 തവണ മുടങ്ങിപ്പോയ വിവാഹം, കർത്താവ് പറയുന്നത് 2 തവണ മുടങ്ങിപ്പോയ വിവാഹം, 3-ാം തവണ അത് നടക്കുവാൻ പോവുകയാണ്. 3rd ചാൻസ്, സം മിറക്കിൾ. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആ മിറക്കിൾ സംഭവിക്കുവാൻ പോവുക. 3-ാം തവണ. ഓ സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാക്കിനെ ആവർത്തിച്ച് കാണിച്ചു കൊണ്ടിരിക്കുക. 3-ാം തവണ, 3rd ചാൻസ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. അപ്പോൾ ഒരുങ്ങിക്കോ. ആ സ്ഥാപനം നമ്മൾ തുറക്കുവാൻ ആ സ്ഥാപനം നമ്മൾ തുറക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞത് കേട്ടാൽ നീ അടച്ചത്, പക്ഷേ ദൈവം പറയുക അത് തുറക്കും. ആ ബിസിനസ് സംരംഭം തുറക്കും. അത് അടച്ചു പോകുവാൻ എൻ്റെ ദൈവം, നിൻ്റെ ആ സ്ഥാപനം അത് അടച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരുങ്ങിക്കോ. ആ ദേശത്തെ എൻ്റെ കർത്താവ് ശുശ്രൂഷക നിനക്ക് അവകാശമാക്കി തരുവാൻ പോകുക. റാഥൂരിയ ശബല ഖത്തരദേശം അങ്ങനെ നീണ്ടുവരുന്ന് കിടക്കുകയാണ്. ഓ റീഥാല മാഷേഖനെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നീ അവിടെ കാൽ വയ്ക്കുവാൻ പോവുക. നീ പോകുന്ന സ്ഥാനത്ത് നീ മുഖാന്തരം ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ പോവുക. റെഡിയാണോ? യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. പ്രൈസർ ഫാമിലി കൂടെയുണ്ട്. ഇപ്രാവശ്യം ഒറ്റയ്ക്കല്ല, യേശുവുണ്ട്, ഞങ്ങളുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ഒപ്പം യാത്ര ശുഭകരമായി തീരുവാൻ, ഉപവാസത്തോടെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടേത് മാത്രമായ വിഷയത്തിനു വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്തു. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര, യേശുവിലൂടെ യേശുവിങ്കിലേക്കൊന്ന വചന ശുശ്രൂഷയുണ്ട്. നിത്യത ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്ക്, വളരെ അനുഗ്രഹമായിരിക്കും. നിത്യതയെന്ന് കേൾക്കുമ്പോൾ ഈ ലോകം നമ്മൾ മറന്നിട്ടല്ല, ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചുകൊണ്ട് തന്നെ. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യും. വലിയ അനുഗ്രഹമാണ് കേട്ടോ. ജോയിൻ ചെയ്ത് നോക്ക്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. വെള്ളി ഞായർ സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങൾ അത്ഭുതങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. എവിടെ വെച്ചെന്നില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് ഒരു 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. പുതുതായിട്ടുള്ള തുടക്കമാണ്. കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്കും അവിടെ പുലിമുട്ടാവുന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടണം. കർത്താവിൽ നിന്ന് ഏറ്റവും നല്ലത് പ്രാപിച്ചെടുക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കൂടെ കൂടിക്കണം. കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും. എന്താ കണ്ണടച്ചോ? വിശ്വസ്ത കർത്താവെ നല്ല ദൈവം, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലതവണ പരാജയപ്പെട്ടു പോയവർ, പലതവണ ശ്രമിച്ചു, ഇനി നടക്കത്തില്ല എന്ന് ഉറപ്പിച്ചായിരിക്കുന്നവർ, നിനക്കത് ലാക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് തലകുലിച്ചായിരിക്കുന്നവർ, മുൻപിൽ വഴി തുറക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറട്ടെ. യാത്ര, യെസ്, ശുഭയാത്ര ഇവർക്കായി ഒരുങ്ങപ്പെടട്ടെ. യേശുവേ, എല്ലാ തടസ്സങ്ങളും, ഇന്നലകളിൽ വെളിപ്പെട്ട എല്ലാ തടസ്സങ്ങളും, എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ. ജോലി സംബന്ധമായുള്ള എല്ലാ മാനുഷിക പൈശാചിക വെല്ലുവിളികളെയും ഞങ്ങൾ ശാസിച്ച് ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തി അവരുടെ യാത്രയെ ലക്ഷ്യത്തിലെത്തിച്ചതുപോലെ യേശുവേ, ഇവരുടെ തൊഴിൽ സംബന്ധമായ വരുമാന മേഖലകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല കാറ്റുകളെയും, കാറ്റിന് പിന്നിലെ വൈശാചിക വ്യാപാരത്തെയും സ്വർഗമങ്ങ് ശാസിച്ചമർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കരം തൊടുന്നിടത്ത് അനുഗ്രഹമുണ്ടാകട്ടെ. ഇവർ കാൽ ചവിട്ടുന്നിടത്ത് ഇവർക്ക് അവകാശമായി തീരട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന പോരുകൾ അഴിയട്ടെ. IELTS, OET, MOH
പ്രോമെട്രിക് എക്സാമുകൾ എഴുതി റിസൾട്ടുകൾക്കായി കാത്തിരിക്കുന്നു. അത് നല്ല റിസൾട്ടുകളെ നൽകണമേ. അങ്ങ് നൽകിയ ആ 2 തീയതികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3, 5 സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന മാസവും തീയതിയും ആഴ്ചയുമായി മാറട്ടെ. ഓ റബലമാഷേഖനെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വഴിയട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. 3-ാം തവണ ആ അത്ഭുതം സംഭവിക്കട്ടെ. പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടവർ 3rd ചാൻസ് ഇവരുടെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും വഴിയട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കലക്കങ്ങൾ മാറട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. പലതവണ ശ്രമിച്ച് പണി പകുതി വഴിയിൽ ഇട്ട് കളഞ്ഞവർ പൂർത്തീകരിക്കപ്പെടട്ടെ. ബാധ്യതകൾ മാറിപ്പോകട്ടെ. ജപ്തി നോട്ടീസുകൾ, പലിശക്കടങ്ങൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണം. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കളെ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, എല്ലാ മാനസികമായ ബലഹീനതകൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. പലയിടങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നവർ മുൻപിൽ തടസ്സങ്ങൾ മാറി വഴി തുറക്കപ്പെടട്ടെ. സ്വർഗ്ഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ 3, 5 3-ാം മാസം, 5-ാം മാസം, ഓർ 3-ാം തീയതി, അല്ലെങ്കിൽ 5-ാം തീയതി, അല്ലെങ്കിൽ 3-ാമത്തെ ആഴ്ച, അല്ലെങ്കിൽ 5-ാമത്തെ ആഴ്ച, അതുമല്ലെങ്കിൽ 3-ാമത്തെ ചാൻസ്, അല്ലെങ്കിൽ 5-ാമത്തെ ചാൻസ്. റെഡിയായിക്കോ നിങ്ങളുടെ അത്ഭുതത്തിനായി. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ശുഭദിനം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.